Welcome to Thasni's kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അടുക്കള ജോലി എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ടാണ്. സാധാരണ നമുക്ക് ഈ ഒരു ബീറ്റർ വാങ്ങുന്ന സമയത്ത് രണ്ട് തരം ഹുക്കാണ് കിട്ടുന്നത്. ഒന്ന് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന കേക്ക് മിക്സ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹുക്കും, പിന്നെ ഇതുപോലുള്ളൊരു ഹുക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഹുക്ക് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എഗ്ഗ് ബീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ ഇതിനായിട്ട് വാങ്ങണം എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹുക്ക് യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂസിങ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പൊസിഷനിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ബീറ്ററിനകത്തും ഇത് ഫിറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിനകത്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ നീഡിങ് ഹുക്ക് എന്നാണ്. അപ്പോൾ മാവ് കുഴച്ചെടുക്കുന്ന ഒരു ഹുക്കാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവാണ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും അല്പം വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ്, അതുപോലെ തന്നെ കുബൂസ്, പൊറോട്ട, ഇതിനൊക്കെയുള്ള മാവ് കുഴച്ചെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു ഹുക്ക് വെച്ചിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് മാവ് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഏതെങ്കിലും കുബൂസോ അല്ലെങ്കിൽ പൊറോട്ട തയ്യാറാക്കുമ്പോഴോ ചപ്പാത്തി തയ്യാറാക്കുമ്പോഴോ ഇതുപോലെ ഒന്ന് നിങ്ങൾ കുഴച്ചെടുത്ത് നോക്കണം. ഈ ഒരു ഹുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമായി തോന്നും. അതിലേറെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ കൈ വെച്ച് കുഴച്ചെടുക്കുന്ന മാവിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടുന്നത്. എനിക്കിത് യൂസ് ചെയ്തപ്പോൾ വളരെ യൂസ്ഫുള്ളായി തോന്നി, നല്ല ഹെൽപ്ഫുള്ളായി തോന്നി. കാരണം നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പരിപാടിയും കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കത് ബോളായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ എക്സ്ട്രാ പിന്നെ ലാസ്റ്റ് ഒന്ന് പൊടിയിട്ട് കുഴച്ചെടുക്കാനാവില്ലെന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് പരുവത്തിൽ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് സാധാരണ എത്രയാണോ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് കിട്ടുന്നത്. ലാസ്റ്റ് ജസ്റ്റ് നമുക്കൊന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇത് കുഴഞ്ഞ് നല്ല പരുവത്തിൽ മാവ് റോളായിട്ട് ബോളായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല സോഫ്റ്റായി കിട്ടുന്നത് മാവിൻ്റെ എല്ലാ ഏരിയയിലും ചെന്ന് ഇത് നല്ലതായിട്ട് കടഞ്ഞെടുത്തിട്ട് വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത് കാരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്യാണ്ടൊരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു തവണ ട്രൈ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് എപ്പോഴും മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുബൂസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി. കാരണം കുബൂസ് നമ്മൾ ചപ്പാത്തിക്ക് ചേർക്കുന്നതിനേക്കാളും കുറച്ചധികം വെള്ളം ചേർത്തിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തയ്യാറാക്കുന്ന മാവിന് കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ മണിപ്പുട്ടൊക്കെ തയ്യാറാക്കുന്നവർക്കും വളരെ എളുപ്പമാണ്. മാവ് കുഴച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. കൈവേദന ഉള്ളവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ കണ്ടത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മാവ് ഈ ഒരു ഹുക്കിനകത്ത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എവിടെയെങ്കിലും വെള്ളം തട്ടാത്ത ഭാഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിഭാഗം മേൽഭാഗത്തേക്ക് ആക്കിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കറക്റ്റ് പരുവം അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ എവിടെയും കട്ട് ചെയ്യാണ്ട് അതുപോലെ തന്നെ ഒട്ടും തന്നെ എഡിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എത്രത്തോളമാണ് ഇത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ വേണ്ടി ആരും നിർബന്ധിക്കല്ല കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി തോന്നി. നിങ്ങൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും യൂസ് ചെയ്യുക. അല്ല നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായി തോന്നിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് കൈ തന്നെയാണ് എളുപ്പം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ. പക്ഷേ എന്നെപ്പോലെ ഇത് ഇങ്ങനെ കുഴച്ചെടുക്കാൻ മടിയുള്ളവരും ബുദ്ധിമുട്ടുള്ളവരും അതുപോലെ തന്നെ കൈവേദന ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ കൈ വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോൾ ചെയ്ത് വരുന്ന പരിപാടി വരെ ഈ ഒരു ഹുക്ക് നമുക്ക് ചെയ്ത് തരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് പരുവത്തിൽ വെള്ളം ഒഴിച്ചത് കാരണമാണ്. ജസ്റ്റ് ഞാൻ കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ടാണ് ഈ മാവ് കിട്ടുന്നത്. അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത്. ഒരുപാട് സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടുന്നത് കൈ വെച്ച് കുഴച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ.
അപ്പോൾ കണ്ടോ മാവ് നമുക്ക് ഈ ഒരു ഹുക്കിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇത് ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാമെന്ന്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ക്ലിയർ ആയിട്ടാണ് അത് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.